ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. DSP അക്കൗണ്ട് അഥവാ ഡിഫൻസ് സാലറി പാക്കേജ് അക്കൗണ്ട്, ഇത് പല ബാങ്കുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. DSP അക്കൗണ്ട് സംബന്ധിച്ച് വിശദമാക്കുന്ന ഗൈഡ് ലൈൻസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തിറക്കിയിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. ഡിഫൻസ് സാലറി പാക്കേജ് അഥവാ DSP അക്കൗണ്ട് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ലെറ്ററിൽ വിശദമാക്കിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ നമുക്ക് ഏതെല്ലാം ബാങ്കുകളാണ് DSP അക്കൗണ്ട് ഫെസിലിറ്റി നൽകുന്നതെന്നും ഇൻഷുറൻസ് കവറായി സർവിംഗ് സോൾജേഴ്സിനും പെൻഷനേഴ്സിനും എത്ര രൂപയാണ് നൽകുന്നതെന്നും അതിനുള്ള വ്യവസ്ഥകളും മനസ്സിലാക്കാം. ഈ ഗൈഡ് ലൈൻസ് നൽകിയിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടർ ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് AG's ബ്രാഞ്ച് ആണ്. ഇതിൻ്റെ ഹെഡിങ് DSP അക്കൗണ്ട് ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കായി ഏകീകൃത മാർഗനിർദ്ദേശങ്ങൾ. ഈ വിഷയത്തിൽ വ്യക്തമായ ഇടവേളകളിൽ DSP അക്കൗണ്ട് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും DSP അക്കൗണ്ടുകൾ ഉള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നുണ്ട്. സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരും അവരുടെ ആശ്രിതരും ഒന്നുകിൽ അവർക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റുകളെക്കുറിച്ചോ അതിനായുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചോ ധാരാളം പേർക്കും അറിവില്ലാത്തതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാവരുടെയും അറിവിലേക്കായും എല്ലാവർക്കും ഉപയോഗപ്രദമാകാനും DSP അക്കൗണ്ട് സംബന്ധിച്ച ഒരു ഏകീകൃത മാർഗനിർദ്ദേശം അഥവാ ഗൈഡ് ലൈൻസ് നൽകിയിരിക്കുന്നു. ഒന്നാമതായി DSP അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകൂല്യങ്ങൾ, അതോടൊപ്പം ബാങ്കുകളുടെ വിശദാംശങ്ങളും. രണ്ടാമതായി യോഗ്യതാ വ്യവസ്ഥകൾ. മൂന്നാമതായി ക്ലെയിമിനായുള്ള നടപടിക്രമം. നാലാമതായി ചെക്ക് ലിസ്റ്റുകൾ. അഞ്ചാമതായി വിവിധ നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഈ ഗൈഡ് ലൈൻസിൽ നൽകിയിട്ടുള്ളത്. നമുക്കാദ്യം DSP ഫെസിലിറ്റി ലഭിക്കുന്ന ബാങ്കുകൾ ഏതൊക്കെയെന്നും അവർ നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്നും മനസ്സിലാക്കാം. ഡിഫൻസ് മിനിസ്ട്രിയുമായി MOU ഒപ്പുവെച്ച മൊത്തം 14 ബാങ്കുകളാണ് ഉള്ളത്. അതായത് DSP ഫെസിലിറ്റി ഇന്ത്യയിൽ ഇപ്പോൾ നൽകുന്നത് 14 ബാങ്കുകൾ മാത്രമാണ്. SBIയിൽ ഇതിന് DSP അഥവാ ഡിഫൻസ് സാലറി പാക്കേജ് അക്കൗണ്ട് എന്നും PNBയിൽ ഇതിന് PNB രക്ഷക് അക്കൗണ്ട് എന്നും പറയുന്നു. അതുപോലെ ഓരോ ബാങ്കിനും വെവ്വേറെ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. DSP അക്കൗണ്ട് ഹോൾഡേഴ്സിന് ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിച്ചാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസിലുള്ള സൈനികർക്കും അഗ്നിവീറിനും 50 ലക്ഷം രൂപയാണ് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഡെത്ത് സംഭവിച്ചാൽ നൽകുന്നത്. പെൻഷനേഴ്സിന് 30 ലക്ഷം രൂപയാണ് SBI നൽകുക. ബാങ്ക് ഓഫ് ബറോഡ സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും 60 ലക്ഷം രൂപ ഓഫ് ഡ്യൂട്ടിയിലും 75 ലക്ഷം രൂപ ഓൺ ഡ്യൂട്ടിയിലും നൽകുന്നു. പെൻഷനേഴ്സിന് 40 ലക്ഷം രൂപയാണ് നൽകുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും 1 കോടി രൂപയാണ് ഇൻഷുറൻസായി നൽകുക. ഡെത്ത് സംഭവിച്ചാൽ മാത്രമാണ് ഇത് നൽകുക. പെൻഷനേഴ്സിന് 50 ലക്ഷം രൂപയാണ് നൽകുക. IDBI ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും 50 ലക്ഷം രൂപയും പെൻഷനേഴ്സിന് 50 ലക്ഷവുമാണ് നൽകുന്നത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും പെൻഷനേഴ്സിനും 1 കോടി രൂപയാണ് ഇൻഷുറൻസായി നൽകുക. ICICI ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും പെൻഷനേഴ്സിനും 50 ലക്ഷം രൂപയാണ് നൽകുക. യെസ് ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും 60 ലക്ഷം രൂപയും പെൻഷനേഴ്സിന് 40 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും പെൻഷനേഴ്സിനും 50 ലക്ഷം ആണ് നൽകുന്നത്. HDFC ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും പെൻഷനേഴ്സിനും 50 ലക്ഷം രൂപയാണ് ഇൻഷുറൻസായി നൽകുക. ആക്സിസ് ബാങ്ക് സർവീസിലുള്ളവർക്കും പെൻഷനേഴ്സിനും അഗ്നിവീറിനും 46 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് നൽകുന്നത്. ബന്ധൻ ബാങ്ക് എല്ലാ കാറ്റഗറിക്കും 30 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും പെൻഷനേഴ്സിനും 50 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കവറായി നൽകുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും പെൻഷനേഴ്സിനും 50 ലക്ഷം രൂപയാണ് നൽകുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 1 കോടി രൂപയാണ് സർവീസിലുള്ളവർക്കും അഗ്നിവീറിനും പെൻഷനേഴ്സിനും പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസിൽ ഡെത്ത് സംഭവിച്ചാൽ നൽകുന്നത്. ഈ 14 ബാങ്കുകളാണ് MOU ഡിഫൻസ് മിനിസ്ട്രിയുമായി ഒപ്പിട്ടിട്ടുള്ളത്.
ഇവരാണ് ഡിഫൻസ് സാലറി പാക്കേജ് അക്കൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മരണാനന്തരം ഈ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി, ആക്സിഡന്റ് വഴിയായിരിക്കണം മരണം സംഭവിച്ചത്. എന്നാൽ SBIയും യെസ് ബാങ്കും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സംഭവിക്കുന്ന ഹാക്കോ മരണങ്ങൾക്കും ഇൻഷുറൻസ് കവർ നൽകുന്നുണ്ട്. മറ്റ് ബാങ്കുകളുമായി ഇത് സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുന്നു. രണ്ടാമതായി, സാധാരണ മരണത്തിനും ആത്മഹത്യയ്ക്കും ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കില്ല. മൂന്നാമതായി, എല്ലാ ബാങ്കുകൾക്കും ക്ലെയിമിനായി നൽകേണ്ട ഡോക്യുമെന്റ്സിന്റെ രീതി വ്യത്യസ്തമാണ്. നാലാമതായി, MOUവിൽ നൽകിയിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഇൻഷുറൻസ് കവർ വിമുക്തഭടന് മാത്രമേ ലഭിക്കൂ. ഫാമിലി പെൻഷനറിന് ഇത് ലഭിക്കില്ല. അടുത്തതായി, DSP അക്കൗണ്ട് ഹോൾഡറിന് ആക്സിഡന്റ് വഴി ഡിസബിലിറ്റി സംഭവിച്ചാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ എത്രയെന്ന് പരിശോധിക്കാം. പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് ഓൺ ഡിസബിലിറ്റി ഓഫ് DSP അക്കൗണ്ട് ഹോൾഡേഴ്സ്. അതായത് DSP അക്കൗണ്ട് ഹോൾഡറിന് ആക്സിഡന്റ് വഴി ഡിസബിലിറ്റി സംഭവിച്ചാൽ ലഭിക്കുന്ന തുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസിലുള്ളവർക്കും അഗ്നിവീരനും ഡിസബിലിറ്റിയിൽ മാക്സിമം 50 ലക്ഷം രൂപ വരെ നൽകും. പെൻഷനേഴ്സിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സിഡന്റൽ ഇൻഷുറൻസായി ഡിസബിലിറ്റിയിൽ ഒന്നും നൽകുന്നില്ല. ബാങ്ക് ഓഫ് ബറോഡ സർവീസിലുള്ളവർക്കും അഗ്നിവീരനും 60 ലക്ഷം രൂപ വരെ നൽകും ഡിസബിലിറ്റിക്ക്. അതേ സ്ഥാനത്ത് പെൻഷനേഴ്സിന് 40 ലക്ഷം രൂപ വരെ നൽകും. പഞ്ചാബ് നാഷണൽ ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീരനും 1 കോടി രൂപ വരെ നൽകും. അതേ സ്ഥാനത്ത് പെൻഷനേഴ്സിന് 50 ലക്ഷം രൂപ വരെയാണ് ഡിസബിലിറ്റിയിൽ നൽകുക. IDBI ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീരനും 25 ലക്ഷം രൂപ നൽകും. പെൻഷനേഴ്സിനും 25 ലക്ഷം രൂപ തന്നെയാണ് നൽകുക. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസിലുള്ളവർക്കും അഗ്നിവീരനും പെൻഷനേഴ്സിനും 1 കോടി രൂപ വരെ പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് ഡിസബിലിറ്റിയിൽ നൽകും. ICICI ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീരനും പെൻഷനേഴ്സിനും 50 ലക്ഷം രൂപ വരെ നൽകും. യെസ് ബാങ്ക് സർവീസിലുള്ളവർക്കും അഗ്നിവീരനും 60 ലക്ഷം രൂപ വരെയും പെൻഷനേഴ്സിന് 40 ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് കവറായി ആക്സിഡന്റ് സംഭവിച്ച ഡിസബിലിറ്റി സംഭവിച്ചാൽ നൽകും. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് 50 ലക്ഷം രൂപയാണ് നൽകുക. HDFC ബാങ്ക് 50 ലക്ഷം രൂപ വരെ നൽകും. അത് സർവീസിലുള്ളവർക്കും അഗ്നിവീരനും പെൻഷനേഴ്സിനും. ആക്സിസ് ബാങ്ക് 46 ലക്ഷം രൂപയാണ് സർവീസിലുള്ളവർക്കും അഗ്നിവീരനും പെൻഷനേഴ്സിനും മാക്സിമം ഡിസബിലിറ്റിക്ക് നൽകുന്ന ഇൻഷുറൻസ് കവറേജ്. ബന്ധൻ ബാങ്ക് 30 ലക്ഷം രൂപയും ഇൻഡസ് ഇന്ത്യ ബാങ്ക് 50 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് 50 ലക്ഷം രൂപയാണ് ഡിസബിലിറ്റിക്ക് നൽകുന്ന ഇൻഷുറൻസ് കവറേജ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 1 കോടി രൂപ വരെ സർവീസിലുള്ളവർക്കും അഗ്നിവീരനും പെൻഷനേഴ്സിനും ഇൻഷുറൻസ് കവറായി ഡിസബിലിറ്റിയിൽ നൽകുന്നു. ഇനി ഇത് ലഭിക്കാനുള്ള വ്യവസ്ഥകൾ പരിശോധിക്കാം. ഡിസബിലിറ്റി പെർസെൻറ്റേജ് അടിസ്ഥാനത്തിലാണ് കണക്കാക്കുക. മുകളിൽ പറഞ്ഞ തുക 100% ഡിസബിലിറ്റിക്ക് ലഭിക്കുന്നതാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററിയുടെ നിയമങ്ങൾ അനുസരിച്ചാകും ഇത് കണക്കാക്കുക. ഇതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ആക്സിഡന്റ് വഴിയുള്ള ഡിസബിലിറ്റിക്ക് മാത്രമേ ഈ സ്കീമിൽ പരിഗണിക്കുകയുള്ളൂ. നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ ക്ലെയിമിന്റെ ഡോക്യുമെന്റ്സ് നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ക്ലെയിം ലഭിക്കുന്നതല്ല. അടുത്തതായി, DSP അക്കൗണ്ട് ഹോൾഡേഴ്സിന് എയർ ആക്സിഡന്റ് വഴി ഡെത്ത് സംഭവിച്ചാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ എത്രയെന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 കോടി രൂപ വരെ നൽകും. എന്നാൽ ഡെബിറ്റ് കാർഡ് വഴിയായിരിക്കണം എയർ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്ന നിർബന്ധമാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ DSP അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡ് തന്നെയായിരിക്കണം ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ 1 കോടി രൂപ നൽകും. ഇതിലും സെയിം അതേ വ്യവസ്ഥയാണുള്ളത്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 1.5 കോടി രൂപയാണ് നൽകുക. അതിലും ഡെബിറ്റ് കാർഡ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ തന്നെയായിരിക്കണം ഉപയോഗിച്ച് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. IDBI ബാങ്ക് അക്കൗണ്ട്സിന് 75 ലക്ഷം രൂപയും അക്കൗണ്ടിനും 25 ലക്ഷം രൂപ ഡെബിറ്റ് കാർഡിനും നൽകും. ടോട്ടൽ 1 കോടി രൂപയാണ് നൽകുക. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 2 കോടി രൂപ വരെ നൽകും. അതായത് 1 കോടി രൂപ അക്കൗണ്ടിനും 1 കോടി രൂപ ഡെബിറ്റ് കാർഡിനുമാണ് നൽകുന്നത്. ഡെബിറ്റ് കാർഡ് ആക്റ്റീവ് ഡെബിറ്റ് കാർഡ് ആയിരിക്കണം.
ICICI ബാങ്ക് 1 കോടി രൂപയാണ് നൽകുന്നത്. ഇതിലും ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ICICI ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണമെന്ന് നിർബന്ധമാണ്. യെസ് ബാങ്കും 1 കോടി രൂപയാണ് നൽകുന്നത്. ഇതിലും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കൊടാക് മഹീന്ദ്ര ബാങ്കും 1 കോടി രൂപയാണ് നൽകുന്നത്. HDFC ബാങ്കും 1 കോടി രൂപയാണ്. ഇതിലും ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം. ആക്സിസ് ബാങ്ക് 1 കോടി രൂപ നൽകുന്നു. ബന്ധൻ ബാങ്ക് 1 കോടി രൂപയാണ് നൽകുന്നത്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് 1 കോടി രൂപ നൽകുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് 1 കോടി രൂപ നൽകുന്നുണ്ട്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഡൊമസ്റ്റിക് എയർ ആക്സിഡൻ്റ് ആണെങ്കിൽ 1.2 ക്രോർസും ഇൻ്റർനാഷണൽ എയർ ആക്സിഡൻറ്റിന് 1 കോടി രൂപയുമാണ് നൽകുന്നത്. ഇതിലെല്ലാം കോമൺ ആയിട്ട് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതേ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതുകൂടാതെ ഡിഫൻസ് സാലറി പാക്കേജ് ഹോൾഡേഴ്സിന് ലഭിക്കുന്ന അഡീഷണൽ അസിസ്റ്റൻറ്റുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷന് ഗ്രാജുവേഷൻ വരെ പഠിക്കുന്നതിനായി 5 ലക്ഷം രൂപ നൽകുന്നുണ്ട്. പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ മാരേജിനായിട്ട് 5 ലക്ഷം രൂപ നൽകും. അത് 18 വയസ്സ് മുതൽ 25 വയസ്സിനിടയിലുള്ള കുട്ടിയായിരിക്കണം. ബാങ്ക് ഓഫ് ബറോഡ ഹയർ എഡ്യൂക്കേഷനായി 6 ലക്ഷം രൂപ വരെയും പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ മാരേജിനായി 6 ലക്ഷം രൂപ വരെയും നൽകും. പഞ്ചാബ് നാഷണൽ ബാങ്ക് എഡ്യൂക്കേഷൻ ബെനിഫിറ്റായി 10 ലക്ഷം രൂപ പെർ ചൈൽഡും ഗേൾ ചൈൽഡിന് മാരേജിനായി 10 ലക്ഷം രൂപ, 2 പെൺകുട്ടികളാണെങ്കിൽ 5 ലക്ഷം വീതം ഓരോരുത്തർക്കും നൽകുന്നതാണ്. IDBI ബാങ്ക് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റായി 5 ലക്ഷം രൂപ 2 കുട്ടികൾക്കും ഗേൾ ചൈൽഡിന് മാരേജിനായി 5 ലക്ഷം രൂപ 18 വയസ്സ് തൊട്ട് 25 വയസ്സിനുള്ളിൽ ഉള്ള പെൺകുട്ടി ആയിരിക്കണം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ബോണസായി നൽകുന്നത് ഇൻഷുറൻസിൻ്റെ 5% അല്ലെങ്കിൽ 15,000 രൂപ. ഇതിലേതാണോ കുറവ് അതായിരിക്കും നൽകുക. ICICI ബാങ്ക് എഡ്യൂക്കേഷൻ ബെനിഫിറ്റായി 5 ലക്ഷം രൂപ നൽകും. 22 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ 5 ലക്ഷം രൂപ നൽകുക. പെൺകുട്ടിയാണെങ്കിൽ 22 വയസ്സ് വരെയുള്ള പെൺകുട്ടിക്ക് 5 ലക്ഷം രൂപ നൽകും. യെസ് ബാങ്ക് എഡ്യൂക്കേഷണൽ ഗ്രാൻഡായി 5 ലക്ഷം രൂപയാണ് നൽകുന്നത്. അത് 2 പെൺകുട്ടികൾക്ക് നൽകും, 2 കുട്ടികൾക്ക് നൽകും. ഗേൾ ചൈൽഡ് ആണ് എന്നുണ്ടെങ്കിൽ മാരേജ് കവറായും 5 ലക്ഷം രൂപ 2 പെൺകുട്ടികൾക്ക് നൽകും. കൊടാക് മഹീന്ദ്ര ബാങ്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ബെനിഫിറ്റായി 5 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് നൽകും. അഡീഷണലായി 5 ലക്ഷം രൂപ പെൺകുട്ടിയാണെങ്കിൽ അതിന് നൽകും. HDFC ബാങ്ക് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റായി 4 ലക്ഷം രൂപ നൽകും. മാരേജ് ബെനിഫിറ്റായി 2 ലക്ഷം രൂപയാണ് നൽകുക. ആക്സിസ് ബാങ്ക് ഹയർ എഡ്യൂക്കേഷൻ അസിസ്റ്റൻ്റായി 4 ലക്ഷം രൂപ ഒരു കുട്ടിക്കും അഡീഷണലായി 4 ലക്ഷം രൂപ പെൺകുട്ടിക്കും നൽകും. ബന്ധൻ ബാങ്ക് എഡ്യൂക്കേഷൻ ബെനിഫിറ്റായി 4 ലക്ഷം രൂപയെ 2 ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും നൽകും. ഇൻഡസ് ഇന്ത്യ ബാങ്ക് എഡ്യൂക്കേഷണൽ കവറായി 5 ലക്ഷം രൂപ 2 കുട്ടികൾക്ക് നൽകും. പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ മാരേജ് ബെനിഫിറ്റായി 5 ലക്ഷം രൂപ 18 വയസ്സ് മുതൽ 25 വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടിയാണെങ്കിലേ നൽകുകയുള്ളൂ. IDFC ഫസ്റ്റ് ബാങ്ക് എഡ്യൂക്കേഷണൽ കവറായി 4 ലക്ഷം രൂപ 2 കുട്ടികൾക്ക് നൽകും. ഗേൾ ചൈൽഡ് ആണെങ്കിൽ മാരേജിനായി 2 ലക്ഷം രൂപ നൽകുന്നതാണ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ചൈൽഡ് ബെനിഫിറ്റായി 6 ലക്ഷം രൂപ ഓരോ കുട്ടിക്കും നൽകും. 12 ലക്ഷം രൂപ പെൺകുട്ടിയാണെങ്കിൽ, അതായത് 12-നും 22-നും ഇടയിലുള്ള പെൺകുട്ടിയാണെങ്കിൽ 12 ലക്ഷം രൂപ ഓരോ പെൺകുട്ടിക്കും നൽകും. ഇതുകൂടാതെ ലഭിക്കുന്ന മറ്റ് ബെനിഫിറ്റുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോക്കർ റെൻറ്റ് 10 മുതൽ 25% വരെ കൺസെഷൻ നൽകുന്നുണ്ട്. അതായത് ആനുവൽ റെൻറ്റിൽ 10% മുതൽ 25% വരെ കൺസെഷൻ ലോക്കറിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM വെച്ച് ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും അൺലിമിറ്റഡായി ട്രാൻസാക്ഷൻ നടത്താം. അതായത് ഒരു പൈസ ചാർജും ഈടാക്കുന്നതല്ല. ബാങ്ക് ഓഫ് ബറോഡ 50% ലോക്കർ റെൻറ്റ്സ് കൺസെഷൻ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കും. അതിൽ പൈസ ഈടാക്കുന്നതല്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹൗസിംഗ് ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ എന്നിവയിൽ കൺസെഷൻ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കൊളാട്രൽ ഫ്രീ ലോൺ ഫ്രം 7.5 മുതൽ 15 ലക്ഷം വരെയുള്ള കൊളാട്രൽ ഫ്രീ ലോണും നൽകുന്നുണ്ട്. IDBI ബാങ്ക് ലോൺ റേറ്റ്സിൽ വ്യത്യാസങ്ങൾ, അതായത് വളരെ കുറവ് നൽകുന്നുണ്ട്.
യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 25 മുതൽ 50% വരെ കൺസെഷൻ ലോക്കർ ഫെസിലിറ്റിക്ക് നൽകുന്നുണ്ട്. ICICI ബാങ്ക് 30 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ലോക്കർ റെൻറ്റിന് നൽകുന്നുണ്ട്. അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും എത്ര തവണ വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അതിന് പൈസയൊന്നും ചാർജ് ചെയ്യുന്നതല്ല. യെസ് ബാങ്ക് ലോൺസിൽ റേറ്റുകൾ വളരെ കുറച്ചാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഫ്രീ ട്രാൻസാക്ഷനാണ്. ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം. കൊടാക് മഹീന്ദ്ര ബാങ്ക് 40% ലോക്കർ റെൻറ്റ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ട്രാൻസാക്ഷനാണ് ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും. HDFC ബാങ്ക് 25% മുതൽ 100% വരെ ഡിസ്കൗണ്ട് ആനുവൽ റെൻറ്റിൽ നൽകിയിട്ടുണ്ട് ലോക്കർ ഫെസിലിറ്റിക്ക്. അതുപോലെ അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷനാണ് ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും. ആക്സിസ് ബാങ്ക് 60% വരെ ലോക്കർ റെൻറ്റ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ട്രാൻസാക്ഷനാണ് ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും. ബന്ധൻ ബാങ്ക് 25% ലോക്കർ റെൻറ്റ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ട്രാൻസാക്ഷനാണ്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് ലോക്കർ റെൻറ്റ് 35 മുതൽ 75% വരെ കുറയ്ക്കുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷൻ. IDFC ഫസ്റ്റ് ബാങ്കിലൂടെ എത്ര ട്രാൻസാക്ഷൻ നടത്തിയാലും അതിന് പൈസയൊന്നും ഈടാക്കുന്നതല്ല. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 50% ലോക്കർ റെൻസിൽ കൺസെഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നും ഫ്രീ ആയി ട്രാൻസാക്ഷൻ നടത്താം. അൺലിമിറ്റഡ് ട്രാൻസാക്ഷനാണ് ഉറപ്പ് നൽകുന്നത്. ഇനി ഈ ബാങ്കുകൾ സൈൻ ചെയ്തിട്ടുള്ള MOU, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായി ഇവർ ചെയ്തിട്ടുള്ള MOUവിൻ്റെ ഡേറ്റ്, കാലാവധി എന്നിവരെയെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഇത് റിന്യൂ ആകുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഈ കാര്യങ്ങളിൽ ഉണ്ടായേക്കാം. എങ്കിലും ഇപ്പോഴുള്ളത് എന്നിവരെയാണ് ഇതിൻ്റെ കാലാവധി എന്ന് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർവിങ്ങിൽ അതായത് സർവീസിലുള്ളവർക്കും പെൻഷനേഴ്സിനും 13 ഡിസംബർ 2024 വരെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന MOUവിൻ്റെ കാലാവധി. അഗ്നിവീറിന് അത് 13 ഒക്ടോബർ 2025 ആണ്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 5 ജൂൺ 2027 വരെ സർവീസിലുള്ളവർക്കും പെൻഷനേഴ്സിനും ലഭിക്കും. അഗ്നിവീറിന് അത് 13 ഒക്ടോബർ 2025 ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സർവീസിലുള്ളവർക്കും പെൻഷനേഴ്സിനും 19 സെപ്റ്റംബർ 2025 വരെയുള്ള MOU ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. IDBI ബാങ്ക് 6 ഒക്ടോബർ 2025 വരെയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 4 ജനുവരി 2027 വരെയും ICICI ബാങ്ക് 20 ഒക്ടോബർ 2024 വരെയും യെസ് ബാങ്ക് 5 ഫെബ്രുവരി 2026 വരെയും കൊടാക് മഹീന്ദ്ര ബാങ്ക് 6 ഓഗസ്റ്റ് 2027 വരെയും HDFC ബാങ്ക് എക്സ്റ്റൻഡഡ് ടിൽ റിന്യൂവൽ, അടുത്ത റിന്യൂവൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ബാങ്കും എക്സ്റ്റൻഡഡ് ടിൽ റിന്യൂവൽ, ബന്ധൻ ബാങ്കും എക്സ്റ്റൻഡഡ് ടിൽ റിന്യൂവൽ. ഇൻഡസ് ഇന്ത്യ ബാങ്ക് 19 ഡിസംബർ 2025 വരെയും IDFC ഫസ്റ്റ് ബാങ്ക് 8 സെപ്റ്റംബർ 2025 വരെയും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 19 ജൂൺ 2025 വരെയുമാണ് MOUവിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഈ ലെറ്ററിൽ നമ്മൾ ചെയ്യേണ്ട ഡോക്യുമെൻറ്റേഷൻ, അതായത് ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിച്ചാൽ NOK ചെയ്യേണ്ട ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയെന്നും അതിൻ്റെ കാര്യങ്ങളും വിശദമാക്കിയിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ വിശദമാക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.